ഹലോ, രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് മോന് സ്കൂളില്ലാത്ത ദിവസമാണ്, അപ്പോൾ തിരക്കൊന്നുമില്ല, എല്ലാം പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു കാലത്ത് ഷൂട്ട് ചെയ്യാമെന്ന്. വാതിൽ തുറക്കാൻ വേണ്ടി പോയതാട്ടോ. പിന്നെ ക്യാമറ ശരിക്കാണോ ഇരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുന്നിലിരിക്കുന്ന കുപ്പിയൊക്കെ നീക്കി വെച്ചിട്ട് ഓരോ തുറക്കുകയാണ് പോയിട്ട്. ബാക്ക് വശത്താണ് അടുപ്പുള്ളത്. അപ്പോൾ സ്കൂളുള്ള ദിവസമൊന്നും അടുപ്പ് അങ്ങനെ കത്തിക്കില്ല. കത്തിക്കുകയെന്ന് വെച്ചെങ്കിലും വൈകുന്നേരമൊക്കെ കത്തിക്കുള്ളൂ. അപ്പോൾ വിചാരിച്ചൊന്നും കാലത്ത് അടുപ്പ് കത്തിക്കാം, വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഇപ്പോൾ തണുത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കുന്ന വെള്ളം ചോറ് വയ്ക്കാനും എടുക്കും, പിന്നെ കുടിക്കാനുള്ള വെള്ളമാണ് തിളപ്പിച്ച് വയ്ക്കുക. അടുപ്പത്ത് ഞാൻ ചോറ് വെക്കില്ല, ഒരുപാട് സമയമാകുമ്പോൾ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നിൽക്കണ്ട. അപ്പം ഞാൻ അടുപ്പൊന്നും വയ്ക്കില്ല, റൈസ് തെർമലിലാണ് വയ്ക്കുക. വെള്ളം മാത്രം തിളപ്പിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് പിന്നെ വെള്ളം പിടിക്കുകയാണ്. വെള്ളം പിടിക്കുന്നതിൻ്റെ ഇടയിൽ ചായക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പാൽ ചായ ഒന്നുമല്ല, കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയാണ് കുടിക്കുക. ഇവിടെ പാലൊഴിച്ച ചായ ഒന്നും ആർക്കും ഇഷ്ടമല്ല. പിന്നെ എന്നും അങ്ങനെ ചായ വയ്ക്കൊന്നുമില്ല. എന്നും രാവിലെ ചായ കുടിക്കണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ കാപ്പി. അപ്പോൾ അതവിടെ വെച്ചു. പിന്നെ ഞാൻ പോയിട്ട് അടുപ്പ് കത്തിച്ചു. അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം, ഇതിൻ്റെ ഇടയിൽ മോളെ എണീറ്റ് വന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു നോക്കി. ആദ്യം വെള്ളം കുറച്ച് കുടിച്ച്, പക്ഷേ അതിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, വാശി പിടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പൊരി എടുത്ത് കൊടുത്തതാണ്. പൊരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതായിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നോളും. പിന്നെ അവിടെ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. ടി വിയിൽ പാട്ടാണ്, അപ്പോൾ പാട്ടൊക്കെ കേട്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ പോയി നിന്നിട്ട് പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ നോക്കുകയാണ്. അതാണ് അത് നിന്ന് കുണുങ്ങണത്. പിന്നെ അതായിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നോളൂ കേട്ടോ. പൊരി മുഴുവൻ കഴിക്കൊന്നുമില്ല, അതൊക്കെ അവിടെ ഇങ്ങനെ പരത്തിയിടും, എന്നാലും കുഴപ്പമില്ല അവിടെ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് കാലത്ത് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫുഡ് ഇന്നലത്തെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് വേസ്റ്റാവും. അപ്പോൾ അത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് 2 പഴം എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുകയാണ്. കുക്കറിലാവുമ്പോൾ അത് ഒറ്റ വിസിലിൽ പെട്ടെന്ന് ആവുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് കുക്കറിൽ വെക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കറിയും വെക്കുന്നുണ്ട്. മുരിങ്ങക്കായും തക്കാളിയും തേങ്ങയും കൂടി തേങ്ങ അരച്ചിട്ടുള്ള കറി. പിന്നെ പഴം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ എടുത്തിട്ട് കൂടുതൽ വേവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിസിലൊക്കെ കളഞ്ഞു. വെള്ളം ഒഴിച്ചിട്ട് വിസിൽ കളഞ്ഞതിൻ്റെ ശേഷം പഴം അതിനെടുത്തിട്ട് പുറത്തേക്ക് വെക്കണം, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ മോനും മോളും എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്, എൻ്റെ ബാക്കിൽ ഉണ്ട് 2 പേരും. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മോള് വന്നിട്ട് വീണ്ടും വാശി പിടിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ പൊരി വേണമെന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ അവൾ കരയുന്നുണ്ട്.